നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷൻസ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഹെയർ കെയർ സീരീസിലെ 5ാമത്തെ വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഒരു ആന്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇന്ന് ഒന്നല്ല 2 പാക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റ് പാക്കിനെ കുറിച്ച് പറയാം. അത് ത്രിഫല ബട്ടർ മിൽക്ക് ഹെയർ പാക്ക് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് കാണാം. അപ്പൊ ഇതാണ് നമ്മള് നേരത്തെ തയ്യാറാക്കിയ ത്രിഫല ബട്ടർ മിൽക്ക് ഹെയർ പാക്ക്. വളരെ ഇഫക്റ്റീവ് ആണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ 2ാമത്തെ പാക്ക് പരിചയപ്പെടാം. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ്. അതായത് നീം പാക്ക്. അപ്പൊ നീം പാക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഒരു ആന്റി ഡാൻഡ്രഫ് ഹെയർ പാക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതൊക്കെയാണ് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ പാക്സ്. ഇപ്പൊ ഹെയർ പാക്ക് എപ്പോഴും നമ്മൾ 15 മുതൽ 20 മിനിറ്റ്സ് വരെ തലയിൽ അപ്ലൈ ചെയ്തിട്ട് വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മതിയാവും. ഒരുപാട് നേരം വെക്കരുത്. പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് ജലദോഷം, പിന്നെ ചുമ, പനി പിടിക്കുക അതുപോലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ട് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ത്രിഫല പാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഡാൻഡ്രഫ് 2 വിധത്തിലുണ്ട്. ഒന്ന് പൊടിപൊടിയായിട്ട് ഡാൻഡ്രഫ് ഇങ്ങനെ ഇവിടെയൊക്കെ വീഴും. അങ്ങനെയുള്ള ആളുകൾ ഹെയർ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം ഇതിൽ ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ മറ്റു ചിലവർക്ക് ഇങ്ങനെ തലയോട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച പോലുള്ള ഡാൻഡ്രഫ് ഉള്ള ആളുകളുണ്ട് അല്ലെ, നമുക്കിങ്ങനെ കയ്യിൽ ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന, അവരുടെ ഇവിടെ വീഴില്ല, പൊളിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡാൻഡ്രഫ് ഉള്ള ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഓയിൽ മസാജ് ചെയ്യരുത്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ അവർക്ക് ഒണിയൻ റബ്ബും ചെയ്യാൻ പറ്റും. നമ്മൾ ഉള്ളി, സവാള മുറിച്ചിട്ട് തലയിൽ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ റബ്ബ്, ഇഞ്ചി അതുപോലെ കട്ട് ചെയ്തിട്ട് റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്ത് ഒരു 15 മുതൽ 20 മിനിറ്റ്സ് വരെ വെച്ചതിന് ശേഷം നല്ല ശുദ്ധമായ വെള്ളത്തിൽ കഴുകി കളയുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ആന്റി ഡാൻഡ്രഫിനുള്ള പാക്കുകൾ നമ്മള് ഭയങ്കര സിവിയർ ആയിട്ടുള്ള പ്രശ്നമുള്ള ആളുകൾ നമ്മൾ ആഴ്ചയിൽ ഡെയിലി നമ്മൾ ചെയ്യുക ഫസ്റ്റ് വീക്ക്. പിന്നെ അത് കുറയുന്നതിനനുസരിച്ച് ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം അങ്ങനെ നമുക്ക് ചെയ്യാം. പിന്നെ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2-3 പ്രാവശ്യം നമുക്ക് എപ്പോഴാ സമയം കിട്ടുക അങ്ങനെ ചെയ്താൽ മതിയാവും. അപ്പോ ആന്റി ഡാൻഡ്രഫ് ഹെയർ പാക്കിന്റെ സീരീസ് ഇവിടെ അവസാനിച്ചു. നാളെ ഹെയർ കെയർ സീരീസ് 6 ആണ്. അപ്പം ആ ഇതില് വേറെ ഒരു പുതിയൊരു
എന്താണ് ഹെയർ റിലേറ്റഡ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു ടോപ്പിക് ആയിട്ട് വരുന്നതാണ്. അപ്പോ എന്താണ്, നമ്മള് നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, നമ്മുടെ ഡാൻഡ്രഫ് അതുപോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കും. പിന്നെ ഒരു കാര്യം, നമ്മൾ വീട്ടിലുള്ള ചികിത്സകൾ, ഇതുപോലുള്ള ചികിത്സകൾ ചെയ്തതിന് ശേഷവും ഒട്ടും നമുക്ക് നമ്മുടെ ഡാൻഡ്രഫ് അതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശമനവും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മള് ഒരു ഫാമിലി ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് പുറത്തുള്ള, അതായത് ബാഹ്യ ചികിത്സ എന്ന് പറയും, പുറമേയുള്ള ചികിത്സ അല്ല, നമുക്ക് അകത്ത് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട് അതുപോലുള്ള മരുന്ന് കൂടെ കഴിക്കേണ്ട ആവശ്യമായിട്ട് വരും. അപ്പോ അങ്ങനെയുള്ളവര് ദയവ് ചെയ്ത് ഫാമിലി ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പോ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉപയോഗപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതുപോലെ നല്ല നല്ല വീഡിയോ കാണാൻ വേണ്ടി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുക, കാരണം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി, ബൈ.